അങ്ങനെ ഇന്ത്യക്ക് പൊതുവായ സംസ്കാരമില്ല സാറേ. 570-ലധികം നാട്ടുരാജ്യങ്ങളിൽ എവിടെ സംസ്കാരമാണ്? ഈ ബ്രിട്ടീഷുകാരും വരുന്നപ്പോൾ ഞാൻ ബ്രിട്ടീഷുകാരനെ ചെരുപ്പ് വയ്ക്കുന്നില്ല. എന്നാൽ ബ്രിട്ടീഷുകാരും വരുന്നവർ 1940 ഇന്ത്യ ഇല്ലല്ലോ. 570 നാട്ടുരാജ്യങ്ങൾ അവരോടുള്ള തോന്നിവാസം കാണിച്ചു, അടിമകളാക്കി, അപ്പർ കാസ്റ്റിന്റെയും ഫ്യൂഡലിസ്റ്റിക് കിങ്സിന്റെ ഒക്കെ അല്ലേ. ഇവിടെ എന്തോ സംസ്കാരമായിരുന്നു സാറേ ഉണ്ടായിരുന്നത്? ഇവിടെ തുല്യതയുണ്ടായിരുന്നു സാറേ. ഇവിടെ ബാബു ഇവിടെ മനുഷ്യനെ തിന്നുന്ന മനുഷ്യനുണ്ടായിരുന്ന സ്ഥലമുണ്ട് ആയിരുന്നോ? അതെ, ഓഫീസിലുണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലുണ്ടായിരുന്നല്ലോ. അതല്ലായിരുന്നു ബേസിക്കലി ഇന്ത്യയുടെ ആ പഴയ കാലം പറയുമ്പോൾ അതല്ലേ യഥാർത്ഥ സത്യം. അതെ, അടിമത്വം, അക്രമം, ഇതൊക്കെയായിരുന്നു ഇന്ത്യയുടെ സംസ്കാരം. അവിടെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാരാണോ അല്ലയോ? തീർച്ചയായിട്ടും സാറേ. അതാ നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോകണം. 1500 നവോത്ഥാനവും നവീകരണവും, റെനസൻസ്, റിഫർമേഷൻ, അതോടുകൂടി 3-4 കാര്യങ്ങളാണ് വന്നത് സാറേ. ഒന്നാമത് മനുഷ്യൻ, ഹ്യൂമാനിറ്റി, ഡിഗ്നിറ്റി, നാഷണാലിറ്റി, സയൻസ്, ഇതാണ് റിഫർമേഷൻ മൂലം ഉണ്ടായത്. ഇന്ന് നാം ആധുനിക ലോകത്ത് കാണുന്ന എല്ലാ ആധുനികതയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ റിനൈസാൻസും റിഫർമേഷനുമാണ്. അതിന്റെ അടിയിലുള്ളത് ബൈബിൾ ട്രാൻസ്ലേഷനാണ്, ഭാഷകളുടെ വികാസനം. അതുപോലെ മാസ് എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് റെവല്യൂഷൻ.